തിരുവനന്തപുരം ശ്രീകാര്യത്തിനടുത്ത് ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കുടുംബസംഗമവും വിവിധ കലാപരിപാടികളോടുകൂടി നടന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട SRAയുടെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ MNC ബോസ് അവരുടെ ആദരപൂർവ്വം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ വാർഡ് കൗൺസിലറെ കുറിച്ച് പരിചയപ്പെടുത്തലിൽ നിന്നും ആവശ്യമില്ല. നമ്മുടെ കുടുംബാംഗമാണ്. എന്ത് പരിപാടി നടന്നാലും അദ്ദേഹം പൂർണ്ണ സമയവും ഇവിടെ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ സ്വാഗതം ആശംസിക്കാനുള്ള ഇവിടെ 6 മണിയോടുകൂടി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള അദ്ദേഹം വേറൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്ന വൈലോപ്പള്ളി സംസ്കൃതി ഭവന്റെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ GS പ്രദീപ് അവർകളാണ്. അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ സന്ദേശം നൽകുന്നത് CTCRA റിട്ടയർഡ് ഡയറക്ടറും നമ്മുടെ കുടുംബാംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ജെയിംസ് ജോർജ് അവர்களാണ്. അദ്ദേഹത്തെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ സ്ഥാപക പ്രസിഡന്റ്, അതിൻ്റെ ചുമതല നമ്മുടെ സെക്രട്ടറി നമ്മുടെ മനോഹരൻ നായരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെ രണ്ടുപേരെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ കൂടാതെ നമ്മളിവിടെ ക്ഷണിച്ച് എത്തിയിട്ടുള്ള എല്ലാവരെയും, നമ്മുടെ കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശാന്തിനഗർ എന്തോ ഒരു സ്പെഷ്യലായിട്ട് നിൽക്കുന്നതിൽ ഏറെ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ വേദി തന്നെ നിങ്ങൾക്ക് ബോധ്യമാകുന്നു. നമ്മുടെ ചാപ്റ്റർ പ്രസിഡൻ്റുണ്ട്, മുൻ പ്രസിഡൻ്റുണ്ട്. അതായത് ഒരു പരിപാടി കഴിയുമ്പോൾ മാറി നിൽക്കുന്ന അവരെങ്ങനെയും നടത്തട്ടെ എന്നുള്ള വിചാരത്തിൽ ഇവിടെ ആരും നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ശക്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു പ്രവൃത്തി, നമ്മുടെ ഈ സ്ഥാനത്തിരിക്കുന്നവരും അല്ലാത്തവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ശക്തി കൂടെയാണ് ശാന്തിനഗറിൻ്റെ നേട്ടം. നമ്മുടെ കൂട്ടായ്മയുടെ ശക്തിയാണ്. ഇവിടെ വിട്ടു മാറി താമസിക്കുന്നവർ പോലും ശാന്തിനഗറിലൊരു പരിപാടി ഉണ്ടെന്ന് വെച്ചെന്നാൽ ഇവിടെ വന്നിട്ടേ പോകത്തുള്ളൂ. ശാന്തിനഗറിലെ പരിപാടിയുടെ പ്രോഗ്രാമിൻ്റെ മഹിമ മാത്രമല്ല, ഈ കൂട്ടായ്മയുടെ സന്തോഷമാണ്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേക സന്തോഷമുണ്ട്, ഒരു പ്രത്യേക വൈബുണ്ട്, ഒരു എനർജിയുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പിന്നെയും യുവാക്കളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കൊച്ചു കുട്ടികളും മുതിർന്നവരുമാണ്.
കൊച്ചുകുട്ടികൾക്ക് അവർ നിഷ്കളങ്കരാണ്, അവർ വലുതായി വരാനായിട്ട് സമയമെടുക്കുന്നതുകൊണ്ട് അവർക്ക് ഈ ചെറിയ ഇപ്പോൾ കണ്ട ഭാവങ്ങളി പോലത്തുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഒരു വലിയ എനർജിയാണ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ പോലെ തന്നെ നല്ല മനസ്സോടുകൂടി ഇരിക്കുന്നവരാണ് ഇവിടുത്തെ സീനിയർ സിറ്റിസൺസ്. നമ്മൾ സീനിയർ സിറ്റിസൻ്റെ ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ വരും. അത് നല്ലതാണേലും ചീത്തയാണെങ്കിലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അത് വേറെ കൂട്ടായ്മയുടെ ഒരു ശക്തിക്ക് വേണ്ടി മാത്രം നമ്മളിവിടെ അവതരിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മളുടെ സ്നേഹവും കൂട്ടായ്മയുമാണ്. അഗാധമായി സ്നേഹിക്കുക, തമ്മിൽ സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് ശക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ കൂടെ ഒരു നന്ദിയും സ്വാഗതവും ഒരുമിച്ച് പറയുകയാണ്. എല്ലാവരും ഈ പരിപാടിയിലെത്തി ഇത്ര മനോഹരമാക്കുവാൻ, ഈ സ്റ്റേജിൽ എന്ത് നടന്നാലും നിങ്ങളില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തി ഇത് മനോഹരമാക്കുന്നതിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുവാൻ. പട്ടാണിക്കുന്ന് എന്നുള്ളൊരു പഴയ പേരാണ് ഇതിനകത്ത് ഉള്ളത്. അന്ന് മുതൽ നമുക്ക് അറിയാൻ വേണ്ടിയുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ ആ പേര് മാറിക്കൊണ്ട് തന്നെ ശാന്തിനഗർ എന്നുള്ള ഒരു നിലയിൽ ഒരു ശാന്തി ഭവനമായി തന്നെ എത്താൻ വേണ്ടി നെടുവക്കോട് നഗരസഭയിൽ ഈ അസോസിയേഷൻ ആണ് എടവക്കോട് വാർഡിൻ്റെ ഒരു പേര് നമുക്ക് നമ്മുടെ നഗരസഭയിൽ ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളെ ഏവരുടെയും അനുമതിയോടുകൂടി തന്നെ ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. സാർ എപ്പോഴും പുതിയ ആശയങ്ങളുമായിട്ട് ഇങ്ങനെ വരും. ഇന്നും കുറച്ചു നേരം കഴിഞ്ഞിട്ടൊരു പുതിയ ആശയം അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിന് എന്നോടും പറഞ്ഞു, എങ്കിലും അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ ദയവായിട്ട് എന്നെ അതിനെ ഒഴിവാക്കണം. സാറിനെ ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു 90കളുടെ ആരംഭത്തിലാണ്. അന്ന് ഇതുപോലൊന്നും അല്ല. അന്ന് ശരിക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും, അധികം അടുത്തു പോയാൽ നമ്മുടെ നടുക്കി വീട് വരും. അതുപോലെയുള്ള നല്ല ഒരു ഉറച്ച ശരീരമായിട്ട് സ്റ്റുഡൻറ് വെൽഫെയർ അസോസിയേഷൻ്റെ ഡയറക്ടറായിട്ടിരുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ ഒരു ആശംസയും പുതുവർഷത്ത് നേരുകയാണ്. 2024 ഈ ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാന്യ വ്യക്തികളെ, ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഫ്ലാറ്റ് ശ്രീകാര്യം മേഖലയുടെ എല്ലാവിധ പുതുവത്സര ആശംസകളും നേരുകയാണ്. ഇവിടുത്തെ നിറഞ്ഞ സ്ത്രീ സദസ്സ് എനിക്ക് മനസ്സിലങ്ങേറ്റ സന്തോഷം നൽകി. ഇവിടുത്തെ മുൻപ് പ്രവർത്തിച്ച പൗരസമിതിയുടെ അവസാനത്തെ യോഗത്തിൽ തന്നെ ആണ് ഈ സാറെ ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ രൂപം. എല്ലാ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരുന്ന പ്രിയമിത്രങ്ങളെ, എല്ലാവർക്കും പുതുവർഷം, ഒരു നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നുണ്ട്. ശാന്തിനഗറിനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും മതിയാകില്ല. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതിന് ശാന്തിനഗർ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ ചേർന്നേ പറ്റൂ. ഇപ്പം എൻ്റെ തന്നെ പല ഫ്രണ്ട്സും ചോദിക്കുന്നുണ്ട്, അവിടെ വല്ല പ്ലോട്ടുള്ളോ അല്ലെങ്കിൽ വീടുള്ളോ വിൽക്കാനെന്നൊക്കെ. കാരണം അവർക്കെല്ലാം എങ്ങനെയെങ്കിലും ഇല്ലാത്തതാണ്. ഒരു നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട്
നന്ദി, നമസ്കാരം. വന്ന എല്ലാവർക്കും കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബോസാറടക്കം ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭരണ കാര്യനിർവഹണം നടത്തുന്ന പ്രധാന പ്രവർത്തകർ, ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, കുട്ടികൾ ചെന്നത് അവിടെ പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പഠിക്കണമെങ്കിൽ എൻട്രൻസ് പരീക്ഷ എഴുതണം. എന്തെഴുതണം? എൻട്രൻസ് പരീക്ഷ എഴുതണം. എൻട്രൻസ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവർ അമ്പയെ പരാജയപ്പെടുത്തി അവനെ. എന്നിട്ട് അവർ പറഞ്ഞു ഹിസ് IQ ഈസ് ബിലോ ദ റിക്വയർഡ് ലെവൽസ് ദാറ്റ് ഹി ഈസ് നോട്ട് എലിജിബിൾ ടു ഗെറ്റ് അഡ്മിഷൻ ഇൻടു ദിസ് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ വിഖ്യാതമായ സ്ഥാപനത്തിൽ പ്രവേശനം കിട്ടാൻ മാത്രമുള്ള IQ, ബുദ്ധിശക്തി അവനില്ല. അപ്പൊ മിടുക്കന്മാരെന്ന് കണ്ടുപിടിച്ചവർക്കെല്ലാം അഡ്മിഷൻ കിട്ടി അല്ലേ? അവരുടെ ആരുടെയും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തോറ്റുപോയ ആ 16-കാരന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഏത് പാതിരാത്രിയുടെ ആഘാതത്തിലും ഏത് മിഡ് നൈറ്റ് സ്ട്രോക്കിലും അഭിമാനത്തോടെ ബുദ്ധി കുറവാണ് എന്ന കാരണത്താൽ അവർ പരാജയപ്പെടുത്തി മടക്കി അയച്ച ആ 16-കാരന്റെ പേര് എനിക്കറിയാം. അവന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായി. ഞാൻ നിങ്ങൾ ഈ അവതാരകയായിരുന്ന പെൺകുട്ടി പറഞ്ഞ അശ്വമേധത്തിലൂടെ അല്ല, അശ്വമേധമായിരുന്നു പ്രധാന പരിപാടിയെങ്കിലും മാധ്യമരംഗത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി സത്യത്തിൽ ടെലിവിഷനിലായിരുന്നില്ല. ദൂരദർശൻ പോലും വരുന്നതിന് മുൻപ് ആകാശവാണിയിൽ 15 വയസ്സുള്ളപ്പോൾ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലവും പിന്നീട് ഡിഗ്രിക്ക് ചെമ്പഴന്തി എസ് എൻ കോളേജിൽ പഠിക്കുമ്പോഴുമൊക്കെ ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നു റേഡിയോയിൽ. അന്ന് പറ്റുമായിരുന്നു, ഇന്നത് പറ്റുമെന്ന് വരില്ല. അന്നത്തെ 15 വയസ്സിൽ അതിനുള്ള കഴിവും ആരോഗ്യവും വാക്കുകളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പറ്റുമായിരുന്ന ആ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും കേട്ട് കാണാൻ വഴിയില്ല. വളരെ പ്രായമുള്ളവർക്കേ അറിയൂ, എന്നെക്കാളുമെങ്കിലും എന്നോളം പ്രായമുള്ളവർക്കേ അറിയൂ. അത് ഈ പെട്ടെന്ന് മലയാളത്തിൽ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ, മുക്കാതെ, വെക്കാതെ, മൂളാതെ, മുറുങ്ങലിക്കാതെ, വ്യാകരണ തെറ്റില്ലാതെ, ആവർത്തന വിരസതയില്ലാതെ, ആംഗലേയ പദങ്ങളില്ലാതെ വളരെ വേഗത്തിൽ വൈയക്തികാനുഭവങ്ങൾ ആഴക്കങ്ങളിലേക്ക് മുങ്ങിക്കുടന്തയിൽ മുത്തുകൾ വാരി സ്വജീതസ്സുകളാക്കി മാറ്റി അങ്ങനെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാചാലത വൈഭവ നിർണയ പരിപാടിയായിരുന്നു ആ 15-ാമത്തെ വയസ്സിൽ ആകാശവാണിയിൽ അവതരിപ്പിച്ചിരുന്നത് എന്ന് ശാന്തിനഗറിലെ റെസിഡൻസിന്റെ അസോസിയേഷന്റെ കൂട്ടായ്മയിലെ നവോത്സര പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയാൻ കഴിയുമെങ്കിലും അന്നത്തോളം അത്ര കരുത്തൊന്നും അതിന് പോരെന്ന് എനിക്കറിയാം. അതിനും 10-15 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തീരെ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഈ ആകാശവാണിയിൽ ഒരു മനുഷ്യൻ്റെ അപേക്ഷ അയച്ചു. ആകാശവാണിയുടെ കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇയാൾ അപേക്ഷ അയച്ചത്. കൊച്ചിക്കാരനാണ്. ആകാശവാണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ, കാണാനുള്ള ശബ്ദമാണോ അവിടെ വേണ്ടത്? റേഡിയോയിൽ അല്ല, പിന്നെന്താ വേണ്ട മോനെ? ശബ്ദം. അതെ, അതൊരു ഓറൽ മീഡിയമാണ്, ഓഡിയോ ആണ്. അപ്പോ ആകാശവാണി പറഞ്ഞു നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് ശബ്ദ പരിശോധനയ്ക്ക് ഓഡിഷൻ ടെസ്റ്റിന് വിധേയനാകണം, നിങ്ങൾക്ക് കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാനുള്ള യോഗ്യത പരിശോധിക്കാം. കയ്യിൽ തീവണ്ടിക്കൂലിക്ക് കാശില്ല, ട്രെയിനിൽ വരണം, അന്ന് തീവണ്ടിയേ ഉള്ളൂ, കാശുമില്ല. പലരോടും കടം ചോദിച്ചപ്പോൾ തിരികെ കൊടുക്കാമെന്ന ഉറപ്പിൽ ഒരാൾ കടം കൊടുത്ത തീവണ്ടിക്കൂലിയുമായി പുള്ളിക്കാരൻ തിരുവനന്തപുരത്ത് വന്നു ശീതീകരിക്കപ്പെട്ട ആകാശവാണിയുടെ മുറിക്കകത്ത് ശബ്ദം പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട ആകാശവാണിയിലെ വലിയ മിടുക്കന്മാരായ ടെക്നിക്കൽ കമ്മിറ്റിയിലെ, ഹൈ പവർ കമ്മിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായ വാമനന്മാർ അയാളുടെ ശബ്ദം കേട്ടിട്ട് വിധി പറഞ്ഞു, പോരാന്നല്ല, തീരെ പോരാ, കേൾക്കാൻ ഇമ്പമില്ല, കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാൻ അയാൾ യോഗ്യനല്ല. പടിയടച്ചു, പുറത്തായി, പരാജയപ്പെട്ടു. അകം വെന്ത് നൊന്ത് അയാൾ പുറത്തെ തെരുവിലൂടെ നടന്നു. നേരെ പോയത് തൃശ്ശൂരിലാണ് നമ്മുടെ നാട്ടിലെ സംഗീത നാടക അക്കാദമി ഉള്ളത്. അവിടെ പോയി പറഞ്ഞു ജീവിക്കാൻ വലിയ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഒരു സ്കോളർഷിപ്പ് തരണം എന്ന് പറഞ്ഞു. അവരും പറഞ്ഞു തരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, അതിനുള്ള നിയമമില്ല. 6 ഋതുഭേദങ്ങൾക്ക് പുറത്ത് 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇയാളെ തേടി 2 കത്തുകൾ വന്നു. പണ്ടത്തെ തീവണ്ടിക്കൂലി കടം വാങ്ങിച്ച് തിരിച്ചു കൊടുത്തോന്ന് എനിക്കറിയില്ല, പക്ഷെ 2 കത്ത് വന്നു. അതിലൊരു കത്ത് ഇന്ത്യൻ എയർലൈൻസിൻ്റെതാണ്. യു ആർ ദ മോസ്റ്റ് ഫ്രീക്വന്റ് ഫ്ലയർ ഇൻ ഇന്ത്യ ദിസ് ഇയർ. ഈ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ആളിനുള്ള അവാർഡ് അങ്ങേക്കാണ്. മറ്റൊരു കത്ത് ഈ പറഞ്ഞ സംഗീത നാടക അക്കാദമിയുടെ കത്താ. സർ, അങ്ങ് ഞങ്ങളുടെ ചെയർമാൻ ആയിരിക്കാൻ സന്മനസ് കാണിക്കണം. കേൾക്കാൻ ഇമ്പമില്ല, കേൾവിക്കാരിൽ കമ്പം ജനിപ്പിക്കില്ലെന്ന് പറഞ്ഞ് ആകാശവാണി മാധുര്യമില്ല, ഗാംഭീര്യമില്ലെന്ന് പറഞ്ഞ് പടിയടച്ച് പുറത്താക്കിയ ആ മനുഷ്യന്റെ ശബ്ദത്തിന്റെ ഇമ്പവും അതുണ്ടാക്കുന്ന കമ്പവും അനുഭവിച്ചാണ് ഞാനും നിങ്ങളും മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഈ പറയപ്പെടുന്ന ദൈവങ്ങൾ പോലും ഉറങ്ങി ഉണരുന്നത്. അയാളുടെ പേര് KJ യേശുദാസ് എന്നാണ്.
പക്ഷെ ചരിത്രത്തിൽ ഇന്ന് വരെ ഐൻസ്റ്റീനേക്കാൾ മികച്ച ഒരു ഇന്റലക്ച്വൽ പ്രോവസിനെ, ഒരു ബൗദ്ധിക പ്രതിഭയെ, ദാസേട്ടനെ വിസ്മയിപ്പിക്കുവാൻ കരുത്തുള്ള ഒരു ഗന്ധർവനാദത്തിനെ ഞാനും നിങ്ങളും ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടും. ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ റെസിഡൻസ് അസോസിയേഷൻ നന്നായി ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത് കൊണ്ട്, ഒരുപാട് പേര് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രധാന പ്രവർത്തനം പണ്ടും അങ്ങനെ ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിലും ഇനി എങ്ങനെയെങ്കിലും ആകണമെന്നുള്ളത് കൊണ്ട് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ മുന്നിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ എന്താണ് പ്രധാന ജോലിയുള്ളതെന്ന് ചോദിച്ചാൽ ഒറ്റ ജോലിയെ എനിക്കറിയാം. നിങ്ങൾക്ക് ഉള്ളതായി ഒരേ ഒരു കടമയെ നിങ്ങൾക്കുള്ളൂ, അത് നന്നായി ചുംബിക്കുക എന്നുള്ളതാണ്. ചുംബനം സാധ്യമാകുന്നത് ചുണ്ടുകൾ തമ്മിൽ ചേരുമ്പോഴാണെങ്കിൽ അതിന് 1 കോടി തവണ ഞാൻ എന്നോ 1 കോടി തവണ നീ എന്നോ പറയുമ്പോൾ സാധ്യമാകില്ലെന്നും, മറിച്ച് ഒരൊറ്റ തവണ സ്വന്തം ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയിർക്കൊണ്ട് ഉണർന്ന് നമ്മൾ എന്ന വാക്ക് പറയുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുമുള്ള അടയാളപ്പെടുത്തലാണ് ചുംബനം എന്ന വാക്കിന്റെ. റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാ അംഗങ്ങൾക്കും ആഹ്ലാദത്തിന്റെ അഗ്നി ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള നിങ്ങളുടെ പ്രയത്നങ്ങൾ, നിങ്ങൾ നാളുകളിൽ സൃഷ്ടിക്കുന്ന മാനവികതയുടെ കൂട്ടായ്മയുടെ വലിയ അഗ്നിക്ക് മുന്നോടിയായി കൊളുത്തിയ ഒരു ചെറിയ ചെരാത് മാത്രമാണ് ഈ പറഞ്ഞുപോയ സായാഹ്ന വാക്കുകൾ എന്ന് ഓർമ്മിപ്പിച്ച്, നിങ്ങൾ നാളെ സൃഷ്ടിക്കാനിരിക്കുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാമഴയിൽ അന്നൊപ്പം നനയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്നതുകൊണ്ട് ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പുകൾ പരസ്പരം ഉരച്ചൊഴുക്കിയ ഒരു തുള്ളി കണ്ണുനീർ മാത്രമാണ് ഈ സായാഹ്നത്തിൽ നിങ്ങളോട് പങ്കുവച്ചതെന്ന് ഓർമ്മിപ്പിച്ച് അടച്ചു വയ്ക്കുന്നു ഞാൻ എൻ്റെ വാക്കിൻ്റെ പുസ്തകം സ്നേഹം. you